കേരളത്തിൽ ഭരണമാറ്റത്തിന് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ തെരുവിലേക്ക് പടരുന്നു. AICC നിരീക്ഷകർ തിരുവനന്തപുരത്ത് നേതാക്കളുമായി ചർച്ച നടത്തുന്നതിനിടെ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുയായികൾ പ്രകടനവുമായി രംഗത്തിറങ്ങി. കൊച്ചി നെട്ടൂരിൽ സതീശന് അനുകൂലമായി ഫ്ലെക്സ് ബോർഡുകൾ ഉയർത്തി പ്രവർത്തകർ പ്രകടനം നടത്തി. പട നയിച്ചവൻ നാട് ഭരിക്കട്ടെ, നെട്ടൂരിന്റെ അഭിമാനം, വി.ഡി. സതീശന് അഭിവാദ്യങ്ങൾ എന്നെഴുതിയ ഫ്ലെക്സുമായിട്ടായിരുന്നു പ്രകടനം. മുഖ്യമന്ത്രി സ്ഥാനം സതീശന് തന്നെ നൽകണമെന്ന ഉറച്ച നിലപാടിലാണ് ഒരു വിഭാഗം പ്രവർത്തകർ. ജനങ്ങളെ വഞ്ചിക്കരുതെന്നും അവർ ആവശ്യപ്പെടുന്നു. നോക്കുകൂലി കേരളത്തിൽ വേണ്ട, പട നയിച്ചവൻ നാട് ഭരിക്കട്ടെ എന്ന ഫ്ലെക്സുമായി കോഴിക്കോട്ടും പ്രകടനം നടന്നു. കണ്ണൂർ ഇരിട്ടിയിലും പ്രവർത്തകർ തെരുവിലിറങ്ങി. കണ്ണൂർ പഴയങ്ങാടി, കൊടുങ്ങല്ലൂർ, കുന്നംകുളം, കടവല്ലൂർ, ആലുവ എന്നിവിടങ്ങളിലും സതീശൻ അനുകൂല പ്രകടനങ്ങൾക്ക് ആഹ്വാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എറണാകുളത്തെത്തിയ വി.ഡി. സതീശന് റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തകർ വമ്പിച്ച സ്വീകരണം നൽകിയിരുന്നു. ഇതിനു പുറമെ സതീശന്റെ മണ്ഡലമായ പറവൂരിൽ വലിയ റോഡ് ഷോയും നടന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ AICC നിരീക്ഷകരെ കാണാൻ മുതിർന്ന നേതാക്കളുടെ വൻ നിരയാണ് എത്തിയത്. വി.ഡി. സതീശൻ, കെ. സുധാകരൻ, കൊടിക്കുന്നിൽ സുരേഷ്, VM സുധീരൻ, PJ കുര്യൻ തുടങ്ങിയവർ നിരീക്ഷകരുമായി കൂടിക്കാഴ്ച നടത്തി. MLA-മാരുടെ പിന്തുണയാണ് മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിൽ നിർണായകമെന്നും അവരാണ് പാർട്ടിയുടെ അസ്തിത്വമെന്നും കെ. സുധാകരൻ പ്രതികരിച്ചു. പാർട്ടിയിൽ സതീശൻ മാത്രമല്ല, പ്രാപ്തരായ ഒരുപാട് നേതാക്കളുണ്ടെന്ന് പറഞ്ഞ സുധാകരൻ പ്രത്യേക പേരിന് പകരം ഒരു നിശ്ചിത ഫോർമുലയാണ് നിരീക്ഷകർക്ക് മുന്നിൽ വെച്ചതെന്ന് വ്യക്തമാക്കി. എന്നാൽ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് സുധാകരൻ നിരീക്ഷകർക്ക് കത്ത് നൽകിയതായും വിവരമുണ്ട്. ഇതിനിടെ KPCC ഓഫീസിന് മുന്നിൽ വേണുഗോപാലിനായി ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത് ചർച്ചകൾക്ക് ചൂടേറ്റി. മുഖ്യമന്ത്രി ചർച്ചകൾക്കിടെ മുന്നണിക്കുള്ളിലെ ഭിന്നതകളും മറനീക്കി പുറത്തുവരികയാണ്. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിൽ മുസ്ലിം ലീഗിന്റെ ഇടപെടലിനെതിരെ മാത്യു കുഴൽനാടൻ MLA പരസ്യമായി രംഗത്ത് വന്നു. ലീഗിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കോൺഗ്രസ് ഇടപെടാറില്ലെന്നും തിരിച്ച് അതേ നിലപാടാണ് ലീഗ് സ്വീകരിക്കേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പരസ്പര ധാരണയോടെ വേണം മുന്നോട്ടു പോകാനെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനവും താൻ അംഗീകരിക്കുമെന്ന് CP ജോൺ വ്യക്തമാക്കി. UDF ഘടകകക്ഷി നേതാക്കളുമായി നിരീക്ഷകർ കൂടിക്കാഴ്ച നടത്തുകയാണ്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തന്റെ അഭിപ്രായം പാർട്ടി വേദിക്കുള്ളിൽ അറിയിച്ചിട്ടുണ്ടെന്ന് ചാണ്ടി ഉമ്മനും പ്രതികരിച്ചു. വരും മണിക്കൂറുകളിൽ ഹൈക്കമാൻഡിന്റെ നിലപാട് എന്താകുമെന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം.